നമുക്ക് കൊഞ്ച് തോരൻ വയ്ക്കുന്നതിന് ആവശ്യം. എങ്ങനെയാണ് കൊഞ്ച് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി അതും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിന് വേണ്ടത് ശീമ ഉള്ളിയാണ്. ഒരു ചെറിയ ശീമുള്ളി. നമുക്കിതൊരു 10-20 കൊഞ്ച് ഉണ്ട്. കൊഞ്ച് 10-20 കൊഞ്ച് വരും. ആ കൊഞ്ചിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. വെളുത്തുള്ളി, ഇതേ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശീമ ഉള്ളി അല്ലെങ്കിൽ സവാള എന്ന് പറയും. സവാള എടുക്കണം. സവാളയും വേണം. അപ്പോൾ നമുക്കത് ഇത്രയും വലിയൊരു സവാള ആവശ്യമില്ല. ഇതിൻ്റെ പകുതി മതി. ഇതിവിടെ വലിയ സവാള ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പകുതി മതിയേ. പകുതി മുറിച്ചെടുക്കാം. നമുക്ക് സവാള അരിയുന്നത്. അപ്പോൾ ഇത് ഇഞ്ചിയും പച്ചമുളകായി. നമ്മൾ സവാള ചെറുതായിട്ട് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത്രയും ഉള്ളിയുണ്ട്, ഇത്രയും വെളുത്തുള്ളിയുണ്ട്, ഇത്രയും ഇഞ്ചിയുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇത്രയും കൊഞ്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. ഇത് ഫ്രോസൺ കൊഞ്ചാണ്. അപ്പോൾ നമുക്കിത് ഇത് നമുക്ക് കടുക് വറുത്ത് ഇടണം. നമുക്കിത് ആദ്യം കടുക് വറുക്കാനായിട്ട് അടുപ്പ് കത്തിക്കണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കാം. അപ്പം നമുക്കിത് ആദ്യം കടുക് വറുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുക് പൊട്ടിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ചേർക്കേണ്ടത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് എല്ലാം പൊട്ടി കഴിയുമ്പോഴേ എടുക്കാവൂ. നിങ്ങൾ മാറി നിൽക്കണം. കടുക് വെക്കാൻ പേടിയുള്ളവർക്ക് ഒരു അടപ്പ് വെച്ച് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്താലും മതി. ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേക്കും ശബ്ദം തീർന്നു കഴിയുമ്പോൾ തുറക്കാം. കുട്ടികളാണെങ്കിൽ അവർക്ക് പേടിയായിരിക്കും കടുക്. അതുകൊണ്ട് ഈ ശബ്ദം ഒന്ന് തീരുന്നതുവരെ അടച്ചു വെച്ച് കൊടുക്കുക. ശബ്ദം തീർന്നിട്ടുണ്ട്, ഏകദേശം പൊട്ടി. അപ്പോൾ നമുക്ക് ഇനി മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഇടുക. കയ്യിൽ തെറിക്കാതെ ഇടുക. കുട്ടികളെ സൂക്ഷിക്കണം.
അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല, ഇത് സെറാമിക്കിൻ്റെയാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ട് മെറ്റൽ സ്പൂൺ ഉപയോഗിക്കാം. നമുക്ക് മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അടി പിടിക്കുക, അടിയിൽ കറക്കും വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മെറ്റൽ സ്ക്രബ്ബർ കൊണ്ട് കഴുകുകയും ചെയ്യാം. മെറ്റൽ സ്പൂൺ വഴി കഴുകണം. ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വശന്ന് വരണം, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ട് വഴറ്റുന്ന രീതിയിലാകട്ടെ. ആ ഉള്ളിയൊക്കെ ഒന്ന് വേവണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വഴണ്ടി വരുന്നതേ ഉള്ളൂ. ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇനി ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുറന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണേ. ഈ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന കേട്ടോ. ഇച്ചിരി കൂടെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇച്ചിരി എണ്ണ കുറവുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നു. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതിൻ്റെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കറുത്തൊന്നും ആകണ്ട കേട്ടോ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. രണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. ഉള്ളി വേവണം, കക്കിരിവിരിപ്പ് നിൽക്കണം. അതവിടെ ഇരുന്ന് വേവട്ടെ. മീഡിയത്തിലോട്ട് വയ്ക്കാൻ നോക്കണം, ഒരുപാട് ഹൈയിൽ വെക്കരുത്. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കണം. അടി പിടിക്കരുത്, കരിയാതെ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഇളക്കിയിട്ട് കൊടുക്കണം. ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തോ നോക്കട്ടെ, രണ്ടായിട്ട് മുറിക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആയി. ഈ സമയത്ത് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ടതിന് ശേഷം നമുക്ക് കൂട്ടും ഇട്ട് കൊടുക്കാം. കൊഞ്ച് ഈ സമയത്ത് വാഷ് ചെയ്ത് വച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയുണ്ട് കൊഞ്ച്. അപ്പോൾ അതിൽ വാഷ് ചെയ്ത കൊഞ്ചാണ് ഇത്. കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. കൊഞ്ചൊന്ന് വേകണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക്, ഇത് ഫ്രോസൺ കൊഞ്ചാണ്, അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാകും. കുറച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട. അല്ലെങ്കിൽ സാധാ കൊഞ്ചാണെങ്കിലും വെള്ളം വേണ്ടി വരില്ല. കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. നമുക്കപ്പോൾ ഇത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യാം. ആ കൊഞ്ചൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ, വേകണം. നമുക്കിത് കൊഞ്ച് തോരന് വേണ്ട തേങ്ങാക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് തേങ്ങ വേണം, മഞ്ഞൾ, മുളക് പൊടി, ഇത് ജീരകം വേണം കുറച്ച്. പിന്നെ വേണ്ടത് നമുക്ക് പൊടിച്ച ഉലുവ പൊടി വറുത്ത് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഉലുവ എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്ന് പൊടിച്ചാൽ നല്ല പൗഡറൊന്നും ആകണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട കൂട്ടിന് വേണ്ട സാധനങ്ങൾ. നമ്മൾ ഇപ്പോൾ തന്നെ നമുക്കത് കൊഞ്ച് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. നോക്കാം, കൊഞ്ച് വെന്തോ നോക്കാം. കൊഞ്ച് വേവുന്നേ ഉള്ളൂ. ഈ സമയത്ത് ഇതാ, നമുക്ക് വേകാനായിട്ടൊന്നും നിൽക്കാം. ഒരുപാട് വെന്താൽ കൊഞ്ച് ഹാർഡായി പോകും, അതറിയാമല്ലോ. കൊഞ്ച് ഒരുപാട് വേവരുത്. വേവുന്നേ ഉള്ളൂ. മീഡിയത്തിൽ നിന്ന് ഹൈയിലാണ് അടുത്ത് നിൽക്കുന്നെങ്കിൽ മീഡിയത്തിൽ നിന്ന് ഹൈയിലോട്ട് ആക്കി കൊടുക്കുക. വേവുന്നതേ ഉള്ളൂ, വെന്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂട്ടിടാം, അല്ലെങ്കിൽ കൊഞ്ച് വേവുന്നത് വരെ ഇടുക. നമുക്ക് കൂട്ടിടാം. കൂട്ടിയിട്ട് വേകുമ്പോഴത്തേക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറുതായിട്ട് തിരിഞ്ഞ തേങ്ങയാണ്. അപ്പോൾ നമുക്ക് കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം.
സമയം ആ പൊടികളെല്ലാം നമുക്കൊന്ന് കുഴച്ച് ഇട്ട് കൊടുത്ത് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നമുക്ക് അടച്ചു വയ്ക്കും. സമയത്ത് കുറച്ച് ഉപ്പ് ആവശ്യം വേണ്ടി വരും. ലാസ്റ്റിൽ നമുക്ക് ചേർക്കാം. ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളൂ, അവസാനം വേണ്ടി വരും. എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് എരിവ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. കുറച്ച് നേരത്തിൽ കൂടെ അടച്ചു വയ്ക്കാം. ഇതൊക്കെ ഒന്ന് വേവിക്കാം, കൊഞ്ചൊക്കെ ഒന്ന് വേവാം. ഒരു 10 മിനിറ്റോളം വേവേണ്ടി വരും കൊഞ്ച്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏതായിരുന്നു. ഒന്ന് താത്തി വെച്ച് കൊടുക്കണേ ഹീറ്റ്. ലേശം എണ്ണ വേണം, എല്ലാം കൂടെ നമുക്ക് വേണം. വേണ്ട, കുറച്ചുകൂടെ വേഗം. തുറന്ന് നോക്കാം നമുക്ക്. എന്താ നോക്കട്ടെ. ആയിട്ടില്ല, കുറച്ചുകൂടെ ആകുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് കുറവാണ്, ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കൊഞ്ച് കിട്ടുമ്പോഴത്തേക്ക് ഇത് എളുപ്പമാണ്. ആളുകൾ വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കറിയാണ്. ഗസ്റ്റിന് കൊടുക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പത്ത് 15 മിനിറ്റ് എടുക്കും കേട്ടോ ഇത്. അപ്പോൾ കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം റെഡിയായി. നമുക്കിത് ഓഫ് ചെയ്യാം. എല്ലാ കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് വെന്തോ നോക്കണം. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്കതേ
ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ കൊഞ്ച് വെന്തു എന്നറിയാം. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം കേട്ടോ. സ്പൂണിട്ടൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് കൊഞ്ച് വെന്തു എന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്കപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ടേ. നമുക്കത് ഊണിന് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണേ. ശരിയെന്നാൽ.